ഇനി ഒരു റിക്വസ്റ്റ് ചെയ്യാൻ, വിൽ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഇത് എന്നെ ഒന്ന് സഹായിക്കാമോ ഈ കാര്യം ചെയ്യാൻ? അത് നമുക്ക് നോർമലായിട്ട് എല്ലാവരോടും ചോദിക്കാം. ഇനി വുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഇങ്ങനെയും ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ മര്യാദയോടെ കുറച്ച് പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ട് അത് മാറും. പക്ഷെ അർത്ഥം ഒന്ന് തന്നെയാണ്. വിൽ യു ഹെൽപ്പ് മീ വിത്ത് ദിസും വുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസും രണ്ടും നമുക്ക് ചോദിക്കാം, ഒരേ അർത്ഥമാണ്. പക്ഷെ രണ്ടാമത് വുഡ് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ സോഫ്റ്റായി, കുറച്ചുകൂടെ പൊളൈറ്റായി. ഇനി പാസ്റ്റ് ഹാബിറ്റ്സ് പറയാം, അത് പണ്ടത്തെ ശീലങ്ങൾ. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ഇൻ ദ പാർക്ക് എവറി ഈവനിങ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ എന്നും പാർക്കിൽ പോയി കളിക്കുമായിരുന്നു. പണ്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഹാബിറ്റ്സ് ഇല്ലേ, അത് പറയാൻ നമുക്ക് വുഡ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് യൂസ് ടു എന്ന് നമ്മൾ പറയില്ലേ, ഐ യൂസ് ടു ഗോ ദെയർ, ഐ യൂസ് ടു സിങ്, ഐ യൂസ് ടു സ്വിം, ഐ യൂസ് ടു ഡാൻസ്. ഞാൻ പണ്ട് സ്വിം ചെയ്യുമായിരുന്നു, പണ്ട് ഡാൻസ് ചെയ്യുമായിരുന്നു എന്നൊക്കെ നമ്മൾ യൂസ് ടു ഉപയോഗിക്കും. അതേ മീനിങ്ങിലാണ് നമ്മളിവിടെ വുഡ് യൂസ് ചെയ്ത് പറയുന്നത്. ഇനി ചില ആൾക്കാരുണ്ടല്ലോ, ആര് പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഇപ്പം നിങ്ങളിപ്പോൾ പറയാൻ പോകുന്നത് അവൻ കേൾക്കാൻ പോകുന്നില്ല, ഇനി ഭാവിയിലും അവൻ കേൾക്കില്ല. ഹി വിൽ നോട്ട് ലിസൺ ടു എനിവൺ, അവൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പം പ്രസൻറ്റും ഫ്യൂച്ചറും. ഇനി നമുക്ക് പറയണം, പണ്ടേ അവൻ ആര് പറഞ്ഞാലും കേൾക്കില്ല, പണ്ടത്തെ ഹാബിറ്റ്. ഹി വുഡ് നോട്ട് ലിസൺ ടു എനിവൺ, പണ്ടും അവൻ അങ്ങനെ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഹി വുഡ് നോട്ട് ലിസൺ ടു എനിവൺ ബാക്ക് ദെൻ, പണ്ടും അങ്ങനെയാണ്. അപ്പം പണ്ടത്തെ അവൻ്റെ ആ സ്വഭാവം പറയാനും നമുക്കിവിടെ വുഡ് യൂസ് ചെയ്യാം. അപ്പം ഹി വിൽ നോട്ട് ലിസൺ ടു എനിവൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാര്യവും നാളത്തെ കാര്യമാണ്. ബട്ട് ഹി വുഡ് നോട്ട് ലിസൺ ടു എനിവൺ ബാക്ക് ദെൻ എന്ന് പറയുന്നത് പണ്ട് അവൻ ആരും പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറയുന്നത്.